ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ക്രിസ്മസ് ആഘോഷിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ കൂലങ്കഷമായ ചർച്ചകളാണ് ഇന്ന് സമൂഹ മാധ്യമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം തങ്ങൾ കുടുംബം വരെ ക്രിസ്തുമസിന് ആശംസകൾ നേരുകയും ആ ക്രിസ്മസ് ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഓണത്തിന് അത്തപ്പൂക്കളം ഇടുകയും വിഷുവിന് പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന മതേതരന്മാരുടെ കേരളമായിട്ട് ഈ നാട് മാറിയിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിന് മുമ്പ് മതപരമായ മാനമാണ് ഇതിനകത്ത് കാണേണ്ടത്. വ്യക്തിപരമായി ഏതൊരാൾക്കും ഇവിടെ മതസൗഹാർദ്ദം വേണം എന്ന് ആഗ്രഹിക്കാം, കുഴപ്പമില്ല. മാനവ സൗഹാർദ്ദം വേണമെന്ന് ആഗ്രഹിക്കാം, കുഴപ്പമില്ല. മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും കൊണ്ടും കൊടുത്തും തന്നെ ജീവിക്കേണ്ടവരാണ് എന്ന് ചിന്തിച്ചിങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇസ്ലാം എന്ന മതം ഇത്തരം വിഷയങ്ങളെ എങ്ങനെ കാണുന്നു എന്നതൊരു വിഷയം തന്നെയാണ്. മതപരമായിട്ടുള്ള വിഷയങ്ങൾ പറയേണ്ടത് ആ മതത്തെക്കുറിച്ച് പഠിച്ചവരാണ്. മതഗ്രന്ഥങ്ങൾ നിരത്തിയാണ് മതത്തിനകത്തൊരു കാര്യം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഇപ്പോ അന്യമത വിശ്വാസികളുടെ വിശ്വാസങ്ങൾ, അവരുടെ ആഘോഷങ്ങൾ, അതിൽ പങ്കുചേരുകയോ അതല്ല അതിൽ നമ്മൾ പിന്തുണയ്ക്കുകയോ ചെയ്താൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ? അതോ നമുക്കും അത്തരം സാഹചര്യങ്ങളിൽ അവരെ പിന്തുണയ്ക്കാമോ? ഇപ്പൊ പുരോഹിതന്മാർ പറഞ്ഞത് നമ്മൾ കേട്ടു. യേശു ജനിച്ചു എന്ന് പറയപ്പെടുന്ന ദിവസമാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്, യേശുവിന്റെ ജന്മദിനം. അത് പാടില്ലെന്നാണ് ഇവർ പറയുന്നത്. മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. മുമ്പ് ഒരു ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും വീട്ടിലൊന്നും ഇല്ലെങ്കിലും ശരി, ഉള്ളത് കൊണ്ട് വാങ്ങിച്ച് നിങ്ങൾ വീട് മൊത്തവും തോരണം കെട്ടി അലങ്കരിക്കണം. ലോകത്തിന് മുഴുവനും കാരുണ്യമായി അള്ളാഹു അയച്ച മുഹമ്മദ് നബിയുടെ ജന്മദിനം അങ്ങനെ ആഘോഷിക്കണമെന്നാണ് ഉസ്താദുമാര് പഠിപ്പിക്കുന്നത്. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. ബൈബിളിലെ യേശുവും ഖുർആനിലെ ഈസയും ഒരാളാണ് എന്ന് പറയുമ്പോൾ, ബൈബിള് പറഞ്ഞ യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ വ്യഭിചാരപുത്രന്റെ ജന്മദിനമാണ് ഇത് ആഘോഷിക്കുന്നത് എന്ന് എങ്ങനെ പറയും? അങ്ങനെയാണെങ്കിൽ ഈസാ നബി വ്യഭിചാരപുത്രനാണ് എന്നിവർ സമ്മതിക്കുമല്ലേ? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ഉസ്താദുമാര് തന്നെ പറയട്ടെ അതിന്റെ മാനം എന്താണെന്ന്. നമ്മൾ പറയുമ്പോൾ ശരിയല്ലെന്ന് പറയുമല്ലോ. പ്രിയമുള്ള സഹോദരന്മാരെ, ദൈവം മനുഷ്യനായി ജനിച്ച ദിവസം ഡിസംബർ 25-ന് ക്രിസ്തുമസ് ആയിട്ട് സഹോദര സമുദായമാകുന്ന ക്രൈസ്തവർ ആഘോഷിക്കുന്ന ആഘോഷത്തിൽ ദൈവം ഒരിക്കലും ജനിക്കുകയോ സന്താനങ്ങളെ ഉത്പാദിപ്പിക്കുകയോ മറ്റു കുഞ്ഞിന് ജന്മം നൽകുകയോ ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, ആ മുസ്ലിം തന്നെ ഇസ്ലാമിന്റെ പരമോന്നത സ്ഥാനമാകുന്ന ഖാദി സ്ഥാനം, അതിൽ തന്നെ 1500ഓളം മഹലിന്റെ ഖാദിയാകുന്ന ഒരു ഖാദി ആ ക്രിസ്മസിന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിധി എന്താണ് എന്ന സാധാരണക്കാരന്റെ ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ഈ വീഡിയോ. അതിനു മുമ്പ് ഈ തങ്ങന്മാരെ ആരും ഉപദേശിക്കാൻ പാടില്ല, അവരോടൊന്നും പറയാൻ പാടില്ല, അവർക്ക് എന്തും ചെയ്യാം, എങ്ങനെയും നടക്കാം എന്ന തരത്തിൽ കമന്റ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, തങ്ങന്മാരെല്ലാം നാം സ്നേഹിക്കുന്നത്, നാം ബഹുമാനിക്കുന്നത് അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, നല്ല കാര്യങ്ങൾ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചീത്ത കാര്യങ്ങളെ, തിന്മയെ പരസ്പരം വിരോധിക്കുകയും ചെയ്യുക. അതിലൂടെ ഉണ്ടാകുന്നത് സ്നേഹബന്ധമാണ്, അള്ളാഹുവിനുള്ള സ്നേഹമാണ് അതിലൂടെ പ്രകടമാകുന്നത്. എന്നാൽ ഇന്ന് ചില രാഷ്ട്രീയ കോമരങ്ങൾ എല്ലാത്തിലും കൊണ്ടുപോയി ചാടിച്ച് വഷളാക്കുകയാണ് സമൂഹത്തിന് മുമ്പിൽ ചെയ്യുന്നത്. ഏതായിരുന്നാലും അത്തരത്തിൽ ഖാദി ക്രിസ്മസ് ആഘോഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ മതവിധി എന്താണ് എന്നുള്ളത് മൗലാന നജീബ് ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. മതപരമായ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാല്, ഏത് മതക്കാരാണെങ്കിലും ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ഹിന്ദുക്കളോ, ഇവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ള വിവേചനമോ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ളതിലൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിന് ഇസ്ലാം, പിന്നെ ഇസ്ലാം അല്ലാത്ത മതങ്ങൾ, ഇങ്ങനെ രണ്ട് കാഴ്ചപ്പാടേ ഉള്ളൂ. ഈ നജീബ് ഉസ്താദാണ്, ഖുർആൻ പരിഭാഷയാണ് ഈ ലോകത്തുണ്ടായ സകലമാന പ്രശ്നങ്ങൾക്കും കാരണമെന്നും ഈ ഖുർആൻ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഖുർആൻ ഒരിക്കൽ കൂടി വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചാൽ അതിൽ പോലും തെറ്റു പറയാൻ പറ്റില്ലെന്നും ഒക്കെ പറഞ്ഞ് ഖുർആൻ പരിഭാഷ കാരണമാണ് ഖുർആൻ ഏറെ വിമർശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഖുർആൻ പരിഭാഷയെ എതിർക്കുന്ന ഒരു മുസ്ലിം പുരോഹിതനാണ്. അള്ളാഹുവിന്റെ ദീൻ, ഇസ്ലാം അല്ലാത്ത മതങ്ങൾ അതത് മതക്കാരായിട്ട് ഉണ്ടായതോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് വികൃതമായി വന്നതോ ആണെന്നാണ് നമ്മുടെ നിലപാട്. ഈ നിലപാട് പ്രകാരം നമ്മൾ നമ്മുടെ ആഘോഷങ്ങളെ അതതിന്റെ പവിത്രതയോടുകൂടെ ബഹുമാനത്തോടുകൂടെ നടത്തേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തക്ബീർ ചൊല്ലി നിസ്കരിച്ച് അതാണ് നമ്മളെ ആഘോഷം, പ്രധാന ആഘോഷം. പിന്നെ ചോറും പലഹാരമൊക്കെ ഉണ്ടാക്കുന്നതും മറ്റൊക്കെ ഇതാണ് നമ്മുടെ ആഘോഷം. ചെയ്യാം, എന്നിട്ട് ഓരോട് സദൃശമാകാം. ഈ ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വിധം അവരോട് യോജിച്ച് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞതാണ് മതപരമായി നിഷിദ്ധം എന്ന് പറയുന്നത്.
ഇത് നമ്മളെന്നെ ആലോചിച്ചാൽ അറിയാലോ, അവർ അവരുടെ മതപരമായ ഒരു ആഘോഷം നടത്തുമ്പോൾ അതുപോലെ നമ്മളും ചെയ്ത് അതോടൊപ്പം ചെയ്യാം. ഒരു പൂവിട്ടാൽ നമ്മൾ പൂവിടുക, ഒരു അത്തപ്പന ഓണത്തപ്പന വെച്ചാൽ അത് ചെയ്യാം, ഒരു മഹാബലിയെ പ്രതിഷ്ഠിച്ചാൽ പ്രതിഷ്ഠിക്കുക, ഒരേതെങ്കിലും ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചായിട്ട് ഇപ്പം ചെയ്യുക. അതോടൊക്കെ നമ്മളും ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അവരോട് സദൃശമാകല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാകുന്നു, ഹറാമാകുന്നു, നിഷിദ്ധമാകുന്നു എന്നാണ് മതപരമായ. ഇത് ഇവര് പറയുമ്പോ ഇവരുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. ഈ മതം എന്താണ് എന്ന് തീരുമാനിക്കുന്നത് മതഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന വസ്തുതകൾ പറയുമ്പോൾ ഇവരെ മതേതരത്വത്തിന് പുറത്തു നിർത്തണ്ട. ഇവരല്ല പ്രതികൾ, ആ ഗ്രന്ഥങ്ങളാണ്. അതേസമയം അങ്ങനെ ഉദ്ദേശമില്ലാതെ, അവരോട് സദൃശമാകുന്ന ഉദ്ദേശമില്ലാതെ, ഒട്ടും അവരോട് സദൃശമാകുക എന്നുള്ളതേ ഉദ്ദേശമില്ല. അവർ ചോറിച്ചപ്പോൾ ആ ചോറൊന്ന് വെച്ചു, അല്ലെങ്കിൽ ഓട് വിളിച്ചപ്പോൾ ഒന്ന് പോയി. ഈ രീതിയിലുള്ള ചില സഹകരണങ്ങൾ പറ്റാവുന്ന മേഖലയിൽ മാത്രം ചെയ്യുന്ന ഒരു സ്ഥിതിയുള്ളൂ. ശരിയാണേ, അവിടെ തഹ്സീർ ചെയ്യേണ്ട കാര്യവുമില്ല, അവിടെ നിഷിദ്ധതയുടെ കാര്യവുമില്ല എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവർ തന്റെ ഫത്താവയിൽ ഫത്താവുൽ കുബ്രയിൽ പ്രത്യേകം പറഞ്ഞ സുദീർഘമായ ഫത്വയിൽ വായിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് സദൃശമാകുന്ന വിധത്തിൽ അവർ ചെയ്യും പോലെ തന്നെ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നമ്മളും ആണാഘോഷം നടത്തൽ അത് നിഷിദ്ധമാകുന്നു മതപരമായി. കാരണം ഒരു വിഭാഗത്തിന്റെ മത ആഘോഷമാണല്ലോ, അതിനെ ഇഷ്ടപ്പെട്ട് അതിനോട് നമ്മൾ സദൃശമാകുക എന്ന് പറഞ്ഞാൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഇതര മതക്കാരോട് ഒരുത്തർ സദൃശമായി അവരുടെ വേഷം ധരിക്കുക, അവരെ പോലെ ചെയ്യുക, അവരെ പോലെ ആചരിക്കുക എന്നുള്ള മതാചരണം നടത്തിയാൽ അവൻ അവരിൽപ്പെട്ടവരാകുന്നു എന്ന് മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ തശബ്ബുഹ് നിഷിദ്ധമാകുന്നു എന്ന് നമ്മുടെ ഇമാമികളൊക്കെ വിവരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇത് സംബന്ധിച്ച് പറയേണ്ട സത്യം. അപ്പോൾ നജീബ് ഉസ്താദിന്റെ വാക്കിൽ നിന്നും ഇത് ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ്, അതിന്റെ വിധി എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. എന്നാൽ ഒരു ഖാദിയുടെ പണി എന്താണ്? എല്ലാവരെയും യോജിപ്പിക്കുന്ന പണിയാണോ ഖാദിക്കുള്ളത്? അങ്ങനെ എല്ലാവരെയും യോജിപ്പിച്ച് മുജാഹിദിനെയും യോജിപ്പിക്കണം, സുന്നിയെയും യോജിപ്പിക്കണം, അത്തരത്തിലുള്ള ഒരു യോജിപ്പിക്കൽ പരിപാടി മാത്രമാണോ ഖാദിയുടെ പരിപാടി? AP ഉസ്താദ് പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം. ഒരു ഖാദി ഉണ്ടായാൽ അയാളെ ചുമതല ആ നാട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒപ്പിച്ച് കൊണ്ടുപോകലാണ് എന്നൊക്കെ ചിലർ പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒപ്പിക്കാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ റസൂലിന് ചീത്ത പറയുന്നവരെയും അള്ളാഹുവിൻ്റെ റസൂലിന് മദ്ഹ് പറയുന്നവരെയും രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ഒപ്പിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഖാദിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരെയും യോജിപ്പിക്കണം എന്ന് മറ്റു ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ, സാധാരണക്കാരുടെ മനസ്സിൽ അത് വെറുപ്പുളവാക്കുകയല്ല ചെയ്യുന്നത്. വലിയ വലിയ സാദാത്യങ്ങളെല്ലാം ഇരുന്ന ഒരു സ്ഥാനമാണ് നിലവിലുള്ള സാദാത്തുകളെല്ലാം ഇരിക്കുന്നത്. അത് പഴയ കാലത്തുള്ള ആ പ്രൗഢിയും ആ ബഹുമാനമൊന്നും ഇന്ന് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു രാഷ്ട്രീയക്കാരുടെ പ്രസംഗത്തിൽ നിന്ന് തന്നെ നമുക്ക് കേട്ട് മനസ്സിലാക്കാം. അദ്ദേഹം ഏത് പാർട്ടിയാണെന്നോ എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹം പറയുന്നത് കൃത്യമായ കാര്യമായതുകൊണ്ട് നമുക്ക് കേൾക്കാം. ശിഹാബ് തങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെല്ലാം സൂചിപ്പിക്കാൻ പറ്റും. അവർ മുന്നിലൊക്കെ പോയാൽ നമുക്ക് വൃത്തികേട് കിട്ടും. അത് ഇങ്ങനെ പറയല്ലാതെ വേറെ നിവൃത്തിയില്ല. തങ്ങളൊറ്റ കാര്യം പറയാം, തങ്ങൾ ഈ മുസ്ലിം സമുദായത്തിന്റെ മാർപ്പാപ്പ ചമയാൻ വരരുത്. നിങ്ങളെ മുസ്ലിം ലീഗിലെ കേരള സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ അതിൽ തീരുമാനം നിൽക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. ഏതൊരു സിനിമയിൽ പറഞ്ഞു എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണമെന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയി നിങ്ങൾ സമസ്ത കേരളത്തിന്റെ മുഷാവറ അതിന്റെ പ്രസിഡന്റ് ആവാൻ അവിടെയും കൂടി ശ്രമം നടത്തരുത്. കേരളത്തിലെ എല്ലാ കാതും എല്ലാ മഹല്ലുകളുടെ കീഴിലാവണം, അങ്ങനെ അല്ല. അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കരുത്. എവിടെ രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞു, അല്ല ആത്മീയവാദികൾ അതാണ് എന്ന് പറയണം. തങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കഴിവും എല്ലാവർക്കും ഉണ്ടാവില്ല. അങ്ങനെ ആർക്കും എടുക്കണ്ട. എല്ലാ കഴിവും എല്ലാവർക്കും ഉണ്ടാവും, അതുണ്ടാവില്ല. നിങ്ങൾക്ക് ഏതിലാണോ കഴിവുള്ളത് അവിടെ നിങ്ങൾ നിൽക്കൂ. ഞങ്ങൾ വീണ്ടും വീണ്ടും പറയാം, ഇത് വല്ല പ്രസിഡന്റ് വേഷ മത്സരത്തിലും പങ്കെടുക്കുന്ന കുട്ടികളുമായിട്ട് ഒരു മനുഷ്യനെ രാവിലെ കാണുമ്പോൾ കാണാം തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഞാൻ മുസ്ലിം ലീഗ് പ്രസിഡന്റാണ് പത്രക്കാരുണ്ട്. വൈകുന്നേരം കാണാൻ വേറെ മാവേലിക്കാണ്ട് വേറെ എന്തൊക്കെ കോലം കിട്ടിയിട്ട് ഓണപ്പാട്ട്. പിന്നെ കാണാൻ പിറ്റേന്ന് വരുമ്പോൾ കാണാൻ മറ്റേ സൗദി അറേബ്യയിലൊക്കെ മക്കയിലൊക്കെ ഇമാമികൾ ഇടുന്ന മറ്റേ തോപ്പുണ്ടല്ലോ, ആ മറ്റേ അത് ഇട്ടുകൊണ്ട് കാണാം. പിന്നെ ഞാൻ ഖാദി ഫൗണ്ടേഷൻ കാണാറുണ്ട്, അത് വേറെ. പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് ഞാനിപ്പോൾ റഷ്യയിലുള്ളത്, റഷ്യക്കാരൻ മറ്റേ തൊപ്പിണ്ടല്ലോ വലിയ തൊപ്പി, അത് ഇട്ട് കാണാൻ വ്ലോഗ് ചെയ്തിട്ട് അത് വേറെ. അടുത്ത ആഴ്ച കാണാൻ പിന്നെ ആളെ കാണാൻ പാൻറ്റും മറ്റേ ഞാൻ ഇതിനൊന്നും വിളിച്ചില്ല, എവിടെയെങ്കിലും ഇവിടുന്ന് നിൽക്കണമെന്ന് പറഞ്ഞോളൂ. തൊപ്പിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ആൾക്ക് ആ സമയത്ത് എവിടെ വേറെ ചില സ്ഥലത്ത് എത്തിയാൽ അവിടെ പാൻറ്റും ഇൻസൈഡൊക്കെ ചെയ്തിട്ട് അവിടെ കാണാൻ നല്ല ചൊങ്കനായിട്ട് അസുഖോടൊന്നും പറയല്ല. ഇങ്ങനെ ഒരു പ്രചണ്ഡ വേഷം ഇങ്ങനെ എല്ലായിടത്തും ഒരിക്കലും മറ്റേ എന്തെല്ലാം ആഗ്രഹങ്ങൾ നിങ്ങൾക്ക്. സന്തോഷ് ജോർജ് കുളങ്ങനാകാൻ വരെ ശ്രമിക്കും ഒരു മനുഷ്യൻ. പിന്നെ എന്താ പരിപാടി? ആ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ പോകുന്നത് നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്നിട്ട് വ്ലോഗ് ചെയ്യണം. ഈ വെള്ളച്ചാട്ടത്തിന്റെ അതിന് ഇത്രയും അതിന്റെ ഇതിന് ഇത്ര കാലം വെള്ളം വരുന്നതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ ലീഗിന് പ്രസിഡന്റ് ആൾക്കാർക്ക് അതിനൊക്കെ സന്തോഷ് ജോർജ് കുളങ്ങനെ പോയുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു മനുഷ്യൻ എല്ലാം ആവുക. അപ്പോ ഇങ്ങനെ ഒരു മനുഷ്യൻ കഴിവുണ്ടാവില്ല. അപ്പൊ എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ ഉറച്ചിരുന്നിട്ടില്ലെങ്കിൽ ഈ സമുദായം വലിയ വില നൽകേണ്ടി വരും. അതാ പ്രശ്നം. നിങ്ങൾ ഉപദേശിക്കാൻ പാടില്ല. അത് അതിന്റെ പ്രസംഗം നാളെ നിങ്ങൾ ഇതിലിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ കമന്റ് തരുകാരോ ആരാ പണം കണ്ടെന്ന് ഉപദേശിക്കാൻ ആരാ ഒരു ഉപദേശിക്കാനേ പാടില്ല.
ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് നിങ്ങൾ പ്രാവർത്തികമാക്കണം അത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഈ സമുദായത്തോട് മുൻപ് വിഷയത്തിൽ ജോൺസൺ അവരൊക്കെ അത് വിശദീകരിച്ചു. നിങ്ങൾ സമൂഹത്തോട് സമവായത്തെ കുറിച്ച് സംസാരിക്കുന്നു, വിട്ടുവീഴ്ചയെ കുറിച്ച് പറയുന്നു, സമന്വയത്തെ കുറിച്ച് പറയുന്നു. ഈ വിട്ടുവീഴ്ചയുടെ കാര്യങ്ങൾ നിങ്ങളത് ചെയ്യുകയായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പ്രശ്നങ്ങൾ തീരും. സാധിക്കലി തങ്ങൾക്ക് നെഞ്ചത്തെ കൈവച്ച് പറയാൻ പറ്റും. ആ സമസ്തയുടെ ഇപ്പോഴുള്ള പ്രശ്നത്തിന്റെ മുഴുവൻ കാരണം പാണക്കാട് സാധിക്കലിച്ച് അവർക്ക് സമസ്തയുടെ മുഷാവറ പ്രാകാത്ത കാരണം ആ സാധനം കൊണ്ട് കഴിയും. അതിന് തങ്ങൾക്ക് മതപരമായ ഒരു ബിരുദമില്ലാതെ അതിന്റെ നിയമമാണ്. അതുകൊണ്ട് ആ ബിരുദമുള്ള ആളുകൾക്ക് മുഷാവറങ്ങാൻ പറ്റുള്ളൂ. അത് നിരസിച്ചത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആ തങ്ങളൊരു വിട്ടുവീഴ്ചയാണെങ്കിൽ സമസ്ത വിളരില്ല. അങ്ങനെ ചിന്തിക്കണം. വിട്ടുവീഴ്ച ചെയ്യുന്നില്ല, മറ്റുള്ളവർ ഉപദേശിക്കുന്ന സംഗതിയാ അവനവർ പ്രാർത്ഥിക്കാക്കട്ടെ. നിങ്ങൾ കാക്കമാരെ നിങ്ങൾ ഞാൻ പറയില്ല, അവർ പല സംഗതികളും വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ഇവിടെ അയ്യന്തരം ഉണ്ടാവില്ലായിരുന്നു, ഇവിടെ AFP ഭാഗം സുന്നികളുണ്ടാവില്ലായിരുന്നു. നിങ്ങളുടെ ഭാഗത്തുള്ള വിട്ടുവീഴ്ച എന്നുള്ള ഗുണം നിങ്ങൾ മറ്റുള്ളവർ ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ സമുദായം പലപ്പോഴും പിളർന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായ രൂപത്തിലാണ് അവർ 4 പേരും വിഷയങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. AP ആണെങ്കിലും നജീബ് ഉസ്താദ് ആണെങ്കിലും മറ്റേ ഉസ്താദ് ആണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും അതെ, ഏതെങ്കിലും ഒരു വേഷം കിട്ടിയാടണം. ഇവിടെ കപട മതേതരത്വത്തിന്റെ മുഖമൂടി എടുത്തണിഞ്ഞ് ഒരു 916 മതേതരനാകുന്നതിനു വേണ്ടി അവിടവും ഇവിടവും ഒപ്പിച്ച് സംസാരിക്കലും ഒപ്പിച്ചുള്ള വേഷം കെട്ടലും ശരിയല്ല. ഓണപ്പാട്ട്, ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം കിട്ടുക, ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുക, വിഷുവിന് കൈനീട്ടം കൊടുക്കുക, ഇതൊന്നും മതത്തിന്റെ പേരിൽ നിങ്ങൾ ചെയ്യരുത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതൊക്കെ വിപരീതമായിട്ടൊരാശയമാണ്. അപ്പൊ ഖുർആനിലില്ലാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു മതേതരത്വവും ചുമന്നു കൊണ്ടുവന്ന് നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ആളുകൾ ഇതുപോലെ വിമർശിച്ചെന്നിരിക്കും. നന്ദി.